ബ്രോൺസിൻ്റെ ഉരുളി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് പോലെ ഇത് ഇവിടെ എല്ലാം ഇതാണ് നല്ല ജസ്റ്റ് കുഞ്ഞു സെയിം സാധനം ഇത് ഉരുളി ടൈപ്പ് അല്ല. ഇത്ര ഇഞ്ചിൻ്റെ ആണ് എന്ന് വാങ്ങിയിട്ടുണ്ട്. വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേളിൽ ഫ്ലവേഴ്സ് ഇട്ട് നമ്മൾ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്രയും അധികം സാധനങ്ങൾ എൻ്റെ മുമ്പിലുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോണതെന്ന്. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഇപ്രാവശ്യം വിഷുവിന് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോണത്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഒരു വിഷുക്കണി വെച്ചിട്ടേ ഇല്ല. ഒന്നെങ്കിൽ ഞാൻ അബിയുടെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനായിട്ടൊരു വിഷുക്കണി സെറ്റ് ചെയ്യുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ നമുക്ക് മേടിക്കണം. അതൊക്കെ ഞാനൊരു 1 മന്തായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കുറേ സ്ഥലത്തൊക്കെ സെർച്ച് ചെയ്ത് എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ മേടിക്കണം ഇതെല്ലാം കൂടെ നോക്കിയിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. വലിയ ലക്ഷറീസ് ആയിട്ടുള്ളൊരു വിഷുക്കണിയൊന്നുമല്ല, പക്ഷേ എന്നാലും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും പിന്നെ നമ്മുടെ വീടിൻ്റേതായിട്ടുള്ള ബഡ്ജറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഏറ്റവും കൂടുതൽ നോക്കി വാങ്ങിയ കൃഷ്ണവിഗ്രഹം തന്നെയാണ്. എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കൃഷ്ണനായിരുന്നു കേട്ടോ മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കണി വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനെ മേടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ. 1.5 ഫീറ്റിൻ്റെ ഒരു നോർമൽ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞിക്കണ്ണനെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, നിയർ ബൈ ഉള്ളൊരു ഷോപ്പിൽ പോയി വാങ്ങിയതാണ്. വളരെയധികം ഷോപ്പൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ഷോപ്പിലും പോയി വാങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 1.5 ഫീറ്റിൻ്റെ കൃഷ്ണവിഗ്രഹം വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വിഷുക്കണിയുടെ അന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നോക്കി, അതായത് കുറച്ച് കാശായാലും കുഴപ്പമില്ല എന്ന് വാങ്ങിച്ചൊരു സാധനം ഒരു ബ്രോൺസിൻ്റെ ഉരുളിയാണ്. ബ്രാസ് വാങ്ങിക്കണോ ബ്രോൺസ് വാങ്ങിക്കണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിവേ നമ്മൾ എക്സ്പെൻസീവ് ആണെങ്കിലും ബ്രോൺസ് ഉരുളിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിൽ വെക്കേണ്ട ഒരു സാധനമാണെന്നാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ പറയാറ്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. എൻ്റെ ഈ വീട്ടിൽ ഞാൻ ഇതുവരെ ഒരു വിഷുക്കണി വെച്ചിട്ടില്ല. ഒന്നെങ്കിലും അബിയുടെ വീട്ടിലേക്ക് ഓടും വിഷു ആകുമ്പം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ, അതായത് ഇവിടെ ഞാനും അബി താമസിക്കുന്ന ഈ വീട്ടിൽ ഒരു വിഷുക്കണി ഒരുക്കണമെന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ അബിയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ വിഷുക്കണി ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു 1 മന്തായിട്ട് കുറച്ച് സാധനങ്ങളായിട്ട് വാങ്ങിയിട്ട് റെഡി ആക്കിയേക്കുന്ന ഒരു സെറ്റാണിത്. കംപ്ലീറ്റ്ലി ഒരു ലക്ഷൂറിയസ് വിഷുക്കണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് കുറച്ച് കാശൊക്കെ സ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇത് സെറ്റാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും നിങ്ങളെ കാണിക്കാമേ. ഇതിൽ ഒട്ടുമിക്ക ഞാൻ മേടിച്ചിരിക്കുന്ന ബ്രാസിൻ്റെ ഐറ്റംസ് എല്ലാം ഓൺലൈനാണ്. ഞാൻ കടയിൽ പോയി വാങ്ങിയത് ആകെ കൃഷ്ണവിഗ്രഹവും പിന്നെ ബ്രോൺസിൻ്റെ ഉരുളിയുമാണ് കേട്ടോ. അത് 12 ഇഞ്ചിൻ്റെ ഒരു ബ്രോൺസ് ഉരുളിയാണ്, ബ്രാസ് അല്ല ബ്രോൺസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺസ്ക്രിപ്റ്റഡ് ബൈ ശ്രീദേവി ശ്രീധർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാവുന്നൊരു സാധനം, ഞാൻ ആക്ച്വലി ഇങ്ങനെ വിഷു കണി വെക്കണമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എങ്ങനെയായിരിക്കണം ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയായിരിക്കണം, അപ്പോൾ ഞാൻ കുറേ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വിഷുക്കണി വെക്കുന്നത്. വീട്ടിലായിരിക്കുമ്പോൾ അമ്മയൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളവിടെ പോയി നിൽക്കുന്നില്ല, ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് ഇത് ഏതൊക്കെ സാധനങ്ങൾ വെക്കണം, എന്ത് ടൈപ്പായി എന്തായിരിക്കണം, അതായത് ഒരു ബാക്കിൽ എന്ത് സാധനം വെക്കണം, അങ്ങനത്തെ ഉള്ള ഓരോ സാധനങ്ങൾ ഞാൻ നോക്കിയാണ് ഇപ്രാവശ്യം വിഷുക്കണിയിൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇങ്ങനൊരു ഡെക്കറേറ്റീവ് പീസാണ് കേട്ടോ. ഇതാണ് സാധനം. ഇത് ആക്ച്വലി ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ലൈറ്റിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു ഫ്ലവർ വരുന്നൊരു പ്ലാസ്റ്റിക്കാണ്, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു 4 എനിക്ക് തോന്നുന്നു 4 എണ്ണമാണ് സെറ്റായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ 4 എണ്ണമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സാധനം വരുന്നത്. ഇതിങ്ങനെ നല്ല ഭംഗിയാണ്. ഞാൻ ഇത് ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയത്. നല്ല ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ 4 പീസുണ്ട്. എനിക്കൊന്ന് 2 പീസ് കണ്ടാണ് ഒരുമിച്ച് വരുന്നത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് 200 അത്ര റുപ്പീസ് എന്തോ ഉള്ളൂ 2 പീസിന് എന്തോ വരുന്നത്. പക്ഷേ ഇതെനിക്ക് ഞാൻ വിചാരിച്ചത് വളരെ മോശം അവസ്ഥയിലായിരിക്കും വരുന്നതെന്നാണ്. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഫസ്റ്റ് സാധനം. ഇതുപോലത്തെ ഒരു ബെല്ലൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത്
സെയിം മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീഷോയിൽ നിന്ന് സാധനം മേടിക്കുന്നത്. കാരണം കുറേ പേര് പറഞ്ഞ് അത്ര ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഒരു സാധനം ഇതാണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ വാങ്ങിയത്. ഇത് കുറച്ച് ലെങ്ത് കുറവാണ്. ഇങ്ങനെയാണ് വരുന്നത്. അടിയിലൊരു ബെല്ല് വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ കളേർഡായിട്ട് വരും. ഇതിൻ്റെ ഒരു പ്യുവർ വൈറ്റ് കളറാണ്. കണ്ടോ, പ്യുവർ വൈറ്റ് കളറാണ് ഈ ഫ്ലവേഴ്സ് വരുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് റോസ് പോലത്തെ സെറ്റപ്പും ഉണ്ട്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതാണല്ലോ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു എസ്തെറ്റിക് ലുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട്, അതായത് ഞാൻ കൃഷ്ണവിഗ്രഹം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ച 2 സാധനങ്ങളായിരുന്നു. ഒന്ന് മിററും, അതായത് ആറന്മുള കണ്ണാടിയല്ല, നമ്മൾ വാൽക്കണ്ണാടിയില്ലേ, നമ്മൾ വിഷുക്കണിക്ക് വെക്കുന്ന സാധനം. അപ്പോൾ ആ കണ്ണാടി മേടിക്കണമെന്ന് വിചാരിച്ചു. ഇത് വളരെ സാധാരണ ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഞാൻ വേറെ ഇനി എന്താ പറയുക, ഓൺലൈനൊന്നും നോക്കി മേടിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു കണ്ണാടി. ഇതിനകത്ത് നമുക്ക് ബെൻഡ്, ഞാൻ ഓപ്പൺ ചെയ്ത പോലും ഇല്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞായിരുന്നേ. അന്ന് അവർ ബെൻഡ് ചെയ്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതേപോലേക്കും ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സാധനമാണ്. നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുത്തിയും വെക്കാം. ഇതും അത്രയ്ക്ക് പ്രൈസൊന്നുമില്ല. ജസ്റ്റ് ഒരു 100 റുപ്പീസോ 200 റുപ്പീസോ അങ്ങനെ എന്തോ ഉള്ളൂ. 100 റുപ്പീസാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു റേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ണാടിയാണ്. ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ അങ്ങനെ വിഷുക്കണി വെച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഈ പ്രാവശ്യം ഒരു നല്ല വിഷുക്കണിയല്ല, എല്ലാ വിഷുക്കണിയും നല്ലതാണ്. വിഷുക്കണി ഒരുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഈ മിററ്. പിന്നെ ഇത് കിണ്ടിയാണ്. നമ്മൾ പൂജാ സാധനമില്ലേ, വെള്ളം വെക്കാനും പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന പൂജയ്ക്കുള്ള സാധനം. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം. എല്ലാ ഹിന്ദു വീട്ടിലും, എനിക്ക് തോന്നുന്നു ഹിന്ദു അല്ല ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരുടെയും വീട്ടിലും പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ബ്രാസിൻ്റെയാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇതൊന്നും പോയി വാങ്ങിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കുറേ കടകളിൽ ഇറങ്ങണ്ട എന്ന് കരുതിയിട്ടൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ വാങ്ങിയ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം ഇതുപോലത്തെ 4 കുഞ്ഞ് ഉരുളിയാണ് കേട്ടോ. ഉരുളി എന്ന് പറയാൻ പറ്റില്ല, ഇത് ബ്രാസിൻ്റെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ആക്ച്വലി. ഇത്രയും സൈസേ ഉള്ളൂ. കണ്ടോ, കുഞ്ഞ് സാധനമാണ്, ഇത്രയും സൈസേ ഉള്ളൂ. ഇതാണ് വരുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ആക്ച്വലി വാങ്ങിയെന്ന് വെച്ചാൽ, നമുക്ക് വിഷുക്കണിയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ വെക്കുന്നത്, നമ്മൾ കടല, പയർ, ഇതൊക്കെ നമ്മൾ വിഷുക്കണിക്ക് വെക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ സാധനങ്ങൾ വെക്കാം. പിന്നെ നമുക്ക് മഞ്ചാടി ഇട്ട് വെക്കാം. അങ്ങനെ മേടിച്ചതാണ്. ഇത് 4 എനിക്കൊരു സെറ്റായിട്ട് 2 എണ്ണം വെച്ചുള്ള 2 സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് കുഞ്ഞ് 4 ഉരുളി കേട്ടോ, മിനി ഉരുളി. അപ്പോൾ ഇനി ഇത് നമ്മൾ വെക്കാനായിട്ട് ഒരു താലം വേണമല്ലോ. അപ്പോൾ ഈ താലവും ഞാൻ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിച്ചാണ്. പക്ഷേ ഇത് കുറച്ച് ഫ്ലോപ്പായി പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് മെറ്റീരിയൽ വൈസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് കിട്ടിയത്. ഇതിന് പ്യുവർ ബ്രാസിൻ്റെ അതിൻ്റെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ വിചാരിച്ചപ്പം 10 ഇഞ്ച് അങ്ങനെ എന്തോ വിചാരിച്ചപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും സൈസൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. പക്ഷേ വന്നപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച വേറൊരു താലമാണിത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തത് പോലും ഇല്ല കേട്ടോ. അത് അപ്പോഴേ വന്ന് അങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു. ഇതാണ് ഈ ഒരു കുഞ്ഞ് താലം. ഇത് ഞാൻ വിളക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്, ബ്രാസിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനൊന്നും അധികം ബ്രാസിൻ്റെ ഷീറ്റിൻ്റെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു, ബ്രാസ് ഷീറ്റാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങോട്ടുള്ളൊരു വെയിറ്റൊന്നുമില്ല. പിന്നെ നമ്മുടെ വിഷുവിന് വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുന്നിക്കുരുവാണ്, മഞ്ചാടി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. ഇത് ഇവിടെ ഉണ്ടാകാത്തൊരു സാധനം ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ അത് മഞ്ചാടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറേ അധികം സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു മെറ്റീരിയൽ, അതായത് ഇത് വേണം എന്നെനിക്ക് തോന്നി വാങ്ങിയ വേറൊരു സാധനം, ഒരു പൂജയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒഴിയുന്ന സാധനമില്ലേ, അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും ബ്രാസിൻ്റെ തന്നെയാണ്, സെയിം സാധനം. ഇതെല്ലാം ഞാൻ ഓൺലൈനാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ 4 കുഞ്ഞ് പീസുകളാണ് കേട്ടോ. 4 കുഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബൗൾസ് പോലത്തെ. ഇത് ഉരുളി ടൈപ്പല്ല, ഇത് കുഞ്ഞ് ബൗൾസിൻ്റെ ടൈപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതുപോലെ 4 സെറ്റായിട്ട് വരും. ഇതിൻ്റെ ഒറ്റ പീസ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വരും. ഇതും ബ്രാസിൻ്റെ തന്നെയാണ്, ബ്രാസ് ഷീറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ 4 സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും 2
ഉള്ള സെറ്റുള്ള പീസായിട്ട്, അതായത് രണ്ടെണ്ണമുള്ള സെറ്റായിട്ട്, അങ്ങനെ 2 സെറ്റായിട്ട്, അതായത് ഓരോ സെറ്റിലും 2 ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റായിട്ടാണ് അത് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം ദേ ഈ ഒരു ഉരുളിയാണ്. ഇത് എത്ര ഇഞ്ചിൻ്റെ ആണ് എന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു സൈസ് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്കിത് ആമസോണിൽ നിന്നാണ് തോന്നി ഞാൻ വാങ്ങിയത്. കാരണം ഇച്ചിരി റേറ്റ് കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ 3 വാങ്ങിയിട്ടുണ്ട്. 1 2 and 3 ഇങ്ങനെ 3 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതും വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 1000 അകത്ത് തന്നെ ആയിരുന്നു. ഇതും ബ്രാസിൻ്റെ തന്നെയാണ്. അങ്ങനെ അത് 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഞാൻ ഇതാണ്, ഇതുപോലത്തെ താലമാണിത്. താലം എന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മൾ ഡെക്കറേറ്റീവ് പീസായിട്ട് ഉപയോഗിക്കും. ഇത് നമുക്ക് വിഷുവിന് നമുക്കിപ്പോൾ ഉരുളിയിൽ വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കുറേ സാധനങ്ങൾ നമുക്ക് ദീപാവലിക്ക് ഇതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 പീസാണ് വരുന്നത്. ഇതും എനിക്ക് സെറ്റായിട്ട് തന്നെയാണ് കിട്ടി. ഇതും ഞാൻ മീഷോന്ന് തന്നെ കേട്ടോ വാങ്ങിയത്. അത്രയും എക്സ്പെൻസീവ് ഒന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീഷോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനം ഭഗവത്ഗീതയാണ്. എൻ്റെ വീട്ടിൽ ഒരു ഭഗവത്ഗീതയുണ്ട്, പക്ഷേ ഇവിടെ ആ ഭഗവത്ഗീത ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി വാങ്ങിച്ചൊരു ഭഗവത്ഗീതയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതൊരു കുഞ്ഞു ഭഗവത്ഗീതയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കളർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ആക്ച്വലി ഇത് ഇംഗ്ലീഷാണ്, അപ്പം വായിക്കാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. കാരണം ഇവിടെ ഭഗവത്ഗീത ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കണിയും വെക്കാം. എന്തായാലും ഭഗവത്ഗീത വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഒരു വലിയ ഭഗവത്ഗീത ഇനി വാങ്ങണം. തൽക്കാലം നമുക്കിത് വാങ്ങാം. പിന്നെ ഇത് എല്ലാ പ്രാവശ്യവും വീട്ടിലൊക്കെ കണി വെക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുണ്ട് എപ്പോഴും പുതിയത് മേടിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ വിഷുവിന് വെക്കാനും മുണ്ട് മേടിച്ചു. ഇത് പ്രത്യേകിച്ച് കാണിക്കൊന്നുമില്ല, സാധാരണ നമ്മൾ വിഷുക്കണി വെക്കുന്ന മുണ്ട് ആണ് ഇത്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കൃഷ്ണൻ വാങ്ങി, അതായത് കണ്ണനെ വാങ്ങിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് വാങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ച് വാങ്ങിയ ഒരു സാധനം ഇതാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പോയൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. ആക്ച്വലി ഞാൻ പോയതൊരു നോർമൽ ഉടയാട, അതായത് സാധാരണ നമ്മൾ വിഷുക്കണിക്ക് വെക്കുന്ന ഒരു ഉടയാട മേടിക്കാനായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ചെന്നിട്ട് അതെടുത്തപ്പോൾ അവരിങ്ങനെ ഞാനിത് ചോദിച്ചത് എന്തിനാണെന്ന്. അപ്പോൾ അവരിങ്ങനെ എടുത്ത് കാണിച്ചു, ഇത് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് അതിൻ്റെ മേളിൽ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. ഇതവർ എനിക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊരു രസമാണെന്നറിയാമോ ഈ ഒരു ഉടയാട. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, ഗ്രീന്, ഗോൾഡൻ, പിന്നെ ബേജ് കളർ, അങ്ങനത്തെ ഒക്കെ വരുന്ന പല ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് റെഡാണ്. അപ്പോൾ റെഡും ഇതും കൂടെ ചേർന്നത്, നമ്മുടെ ക്രീം കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു കസവ് മെറ്റീരിയലൊക്കെ വരുന്ന ഒരു ഉടയാടയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് വിഷുവിന് കണി വയ്ക്കുമ്പോൾ ഇങ്ങനെ വിരിച്ച് വെച്ച് കാണിച്ചു തരാം. അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് 1000 റുപ്പീസായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ മറ്റേ ഉടയാട മേടിക്കാൻ പോയപ്പം അതിൻ്റെ കുറച്ച് വലിയ സൈസ് മേടിക്കണമെന്ന് വിചാരിച്ചപ്പം അത് ഏകദേശം 500 സംതിങ് ആയിരുന്നു. അപ്പം ഞാൻ ഇത് നോക്കിയിട്ട് 1100 എന്തോ ആണ്. പിന്നെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ചതുകൊണ്ട് അത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഇട്ടാണ് കേട്ടോ തന്നത്. പിന്നെ വിളക്കാണ്. വിളക്കിന് ഞാൻ ഒന്നും പറയില്ല. ഇത് എത്ര ഇഞ്ചിൻ്റെ വിളക്കാണെന്ന കാര്യം മറന്നു. ഇതൊരു കുഞ്ഞു വിളക്കാണ് കേട്ടോ, നമുക്ക് വെക്കണം. എൻ്റെ വീട്ടിൽ ആക്ച്വലി വിളക്കുണ്ട്. അബിയുടെ വീട്ടിലും വിഷുക്കണിക്കും വിളക്കുണ്ട്. അതിങ്ങനെ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തിരി തെളിയിക്കുന്ന വിളക്കുണ്ടാവുമല്ലോ, അപ്പോൾ ആ വിളക്കാണ്. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് വിളക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് വിളക്ക് കൊളുത്താനായിട്ട് എപ്പോഴും ഇതുപോലത്തെ ഒരു വിളക്ക് ആവശ്യമുള്ള, എൻ്റെ ആഗ്രഹം ഒരു 10 ഇഞ്ചെങ്കിലും സൈസുള്ള അല്ലെങ്കിൽ ഒരു 12 ഇഞ്ച് സൈസുള്ള നല്ലൊരു വിളക്ക് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം എൻ്റെ വിളക്ക് അമ്മയുടെ കയ്യിലുണ്ട്, അപ്പം അത് വാങ്ങിക്കണം. ഇതുപോലത്തെ ഒരു വലിയ വിളക്ക് നമുക്ക് കാശൊക്കെ കിട്ടുമ്പോൾ മേടിക്കും. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച വിളക്ക്. പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനം, ഇതൊരു ഫ്ലോപ്പ് സാധനമാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കയ്യിൽ അതായത് നമ്മുടെ വിഷുക്കണി ഇങ്ങനെ കുറച്ച് വെളിച്ചം, അതായത് വിളക്കിൻ്റെയൊക്കെ ആ ഒരു പ്രസരിപ്പ് കാരണം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണമെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയൊരു സാധനമായിരുന്നു ഇത് കണ്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. നമുക്കിങ്ങനെ ഡെക്കറേറ്റീവ് പീസായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇതുപോലത്തെ ഒരു വയറുണ്ട്, ഇത്ര നീളമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലഗ് പോയിൻറ്റ് വേണം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെക്കേണ്ടി വരും. ഇതുപോലത്തെ ഒരു പീസാണ്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ,
ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതുപോലെ ഇത് ഇവിടെ എല്ലാം ലൈറ്റ്സ് വരും. ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സാധനം. ഇതിൻ്റെ 2 എണ്ണം ഒരുമിച്ചുള്ള ഒരു സെറ്റായിരുന്നു ഇത് സെയിം. പക്ഷേ രണ്ടിലും കണ്ടോ 2 വയറാണ്. അപ്പം നമ്മൾ 2 കേബിളിൽ കുത്തേണ്ടി വരും. ഒന്നുകിൽ എക്സ്റ്റൻഷൻ വെക്കണം, അല്ലെങ്കിൽ 2 പ്ലഗ് പോയിന്റിൽ കുത്തണം. ഇതുപോലെ വരുന്ന വിളക്കാണ്. ഇത് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഏകദേശം 700 റുപ്പീസാണ് കേട്ടോ എനിക്കായത്. ഇത് ഞാൻ വന്നപ്പം ആദ്യം സ്വിച്ച് ഇട്ട് ലൈറ്റ് നോക്കിയപ്പോഴത്തേക്കും അധികം കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റൊക്കെ ചെയ്ത്, കാരണം ഇനി വന്ന സമയത്ത് ഇളകിപ്പോയി. ഇതൊരു അയ്യോഭാവി സാധനമാണ് കേട്ടോ, കാരണം അത്രയ്ക്കുള്ള ഉറപ്പൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഡെക്കറേറ്റീവ് പീസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്കിങ്ങനെ ലൈറ്റ്സ് കുറേ വിഷുക്കണിയുടെ വിഷുക്കണിക്കെന്നല്ല, എനിക്ക് ലൈറ്റ്സ് കുറേ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഏത് വിശേഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ലൈറ്റ്സ് വെക്കാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ്. ഇതിനകത്തുണ്ട് ചെറിയ ചെറിയ നോബിലുള്ള ലൈറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ 700 റുപ്പീസിനാണ് ഞാൻ ആമസോണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇതാണ് വേറൊരു ഡെക്കറേറ്റീവ് പീസ് എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിൻലി വാങ്ങിയത്. ഇനി ഞാൻ കാണിച്ചു തരാം എൻ്റെ ഉണ്ണിക്കണ്ണനെ, കൃഷ്ണനെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ബാക്കിലിരിക്കുന്നത് കൃഷ്ണനെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. 1.5 ഫീറ്റാണ്. ഞാൻ വിഷുക്കണി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കൃഷ്ണനെ, കാരണം ഞാനിപ്പോൾ കുളിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിക്കാനായിട്ട്. അപ്പം അവിടെ നിന്ന് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാത്തത്. വേറെ ഏതെങ്കിലും ഒരു സമയം ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ കാണിച്ചു തരാം. 1.5 ഫീറ്റിൻ്റെ ഒരു വിഗ്രഹമാണത്. അത് ഏത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അവരെന്തോ ഒരു മെറ്റീരിയൽ പറഞ്ഞായിരുന്നു, ഓർമ്മയില്ല. അപ്പം വെയിറ്റ് ഉണ്ട്, തറയിൽ വീണാലും പൊട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വേറെ എന്ത് മെറ്റീരിയൽ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ആ കണ്ണനെ ഭയങ്കര ഇഷ്ടമായി, കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ആ വിഗ്രഹം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചു. അതും എനിക്ക് തോന്നുന്നു ഏകദേശം 2100 ആ റേഞ്ചായിരുന്നു വന്നത്. ഇനി ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ഉരുളി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ വിഷുവിന് ഞാൻ വാങ്ങിയ ബ്രോൺസിൻ്റെ ഉരുളി. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ ബ്രോൺസ് ബ്രാസ് ഏതാണ് ഓട്ടുരുളി എന്ന് വിളിക്കുന്നത്, ഏതാണ് കുക്കിങ്ങിന് നല്ലത്, ഏതാണ് വിഷുക്കണിക്ക് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് വെക്കാൻ വേണ്ടിയിട്ട് നല്ലത്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ പേരെടുത്ത് ഓഫീസിലും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടിലും ഒക്കെ ചോദിച്ച്, പിന്നെ ChatGPT അടുത്തൊക്കെ ചോദിച്ച് ഞാൻ കുറേ തപ്പി ഇതിൻ്റെ വ്യത്യാസം എന്താണ്, ഏതാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് ഫൈനലി ബ്രോൺസ് മേടിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ബ്രോൺസ് ബ്രാസിനെ കാട്ടിയും, ഇപ്പോൾ ബ്രാസിൻ്റെ ഉരുളി ഉണ്ടാവും, ഇത് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടാവില്ല. ഷീറ്റ് ഉരുളിയായിരിക്കും ചിലപ്പം വരുന്നത്, ചിലപ്പോൾ പ്യുവർ ബ്രാസിൻ്റെ ഉരുളി വെയിറ്റ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഇത് 12 ഇഞ്ചിൻ്റെ ബ്രോൺസ് ഉരുളിയാണ്. ഇതിന് 5 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 5 kg ആണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, കണ്ടോ, സൈസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ടിലും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അതൊന്നും കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. സൗണ്ട് ഇങ്ങനെ തട്ടുമ്പം എന്തോ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കുറേ തപ്പി, നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് തപ്പി കണ്ടുപിടിച്ചൊരു ഷോപ്പും തപ്പി കണ്ടുപിടിച്ച് അവരെനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ പ്യുവർ ഫോം എല്ലാം നോക്കിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിന് ഏകദേശം എത്ര രൂപയായി, ഇൻക്ലൂഡിങ് എനിക്കൊന്ന് 5,000 സംതിങ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്രോൺസ് ഉരുളി. ഓക്കെ, 5,000 അടുപ്പിച്ചാണോ 5,000 സംതിങ് ആണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു റേഞ്ചാണ്. അപ്പം എനിക്ക് എൻ്റെ ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു എനിക്കിതുപോലൊരു ബ്രോൺസ് ഉരുളി വേണമെന്ന്. ഇത് നമുക്ക് തൽക്കാലം വിഷുവിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാം, കാരണം ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്താണ് വിഷു കണി വെക്കാൻ പോണത്. പിന്നെ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഉരുളി മേടിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അത് ബ്രോൺസ് തന്നെ ആയിരിക്കണം, കാരണം കുക്ക് ചെയ്യാൻ എപ്പോഴും ബ്രോൺസാണ് നല്ലത് ബ്രാസിനെ കാട്ടിയെന്നാണ് കുറേ പേര് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത്രയും സൈസ് വേണ്ട, ആക്ച്വലി ഒരു 10 ഇഞ്ചോ 8 ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ബ്രോൺസ് ഉരുളിയും കൂടി ഇനി മേടിക്കണം. അതും കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം. ഇത് ഞാൻ വെക്കട്ടെ അങ്ങടേക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം വിഷുവിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത പ്രാവശ്യം വിഷുക്കണി വെക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു 6 മുള വാൾക്കണ്ണാടിയും എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. പിന്നെ ഒരു അഷ്ടമംഗല്യമാണ്. ഞാനിത് റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 6 മുള വാൾക്കണ്ണാടി നല്ല എക്സ്പെൻസീവ് വെച്ചാൽ അതിൻ്റെ റേറ്റ് അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ അഷ്ടമംഗല്യം അതെനിക്ക് വാങ്ങിക്കാമായിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് ആ ഷോപ്പിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അടുത്ത വർഷം വിഷുക്കണിക്ക് അതും കൂടെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു
ഒരു വിഷുക്കണി എൻ്റെ വീട്ടിൽ ഞാനായിട്ട് ആദ്യമായിട്ട് ഒരുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറേയധികം പ്ലാൻ ചെയ്ത് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇതുകൂടാതെ എൻ്റെ കയ്യിൽ ലക്ഷ്മി വിളക്കുണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരം പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. അതായത് മറ്റേ നമ്മുടെ മഞ്ഞൾ, കുങ്കുമം അങ്ങനെയൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ. പിന്നെ അതൊക്കെ ഞാൻ വിഷുക്കണിക്ക് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ കണി ഒരുക്കിയൊരു മൊത്തത്തിലുള്ളൊരു വീഡിയോയിലോ ഫോട്ടോയിലോ ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. ഭയങ്കര ഹാപ്പിയാണ് ഞാനിത് തുറക്കുമ്പോൾ തന്നെ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിലെ മുതലേ തന്നെ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പപ്പയും മമ്മിയാണ് കൂടുതലും വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ ഈ സന്ധ്യ സമയത്ത് അവർ ഒരുക്കുന്നത് കാണുമ്പം കുറേ ഫ്രൂട്ട്സും അതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഭഗവത്ഗീതയും ഗോൾഡും ഒക്കെ വെക്കുന്നതായിട്ട്. അപ്പം അത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷെ പിന്നെ വളർന്നു വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഇഷ്ടം തന്നെ വന്നപ്പോഴാണ് ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വെക്കും, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഇപ്രാവശ്യം നമുക്ക് വിഷു ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയോടെ കൃഷ്ണനെ കണി കാണിക്കണം, നമുക്കും കണി കാണണം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.